എല്ലാ മനുഷ്യർക്കും കർത്താവ് ഒരു സെക്കൻഡ് ചാൻസ് തരും. ചുങ്കക്കാർക്കും പാപികൾക്കും എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക്, പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ആദ്യത്തെ ചാൻസാണ് അവർ ദുരുപയോഗം ചെയ്തത്. കർത്താവ് സുവിശേഷം അവരെ അന്വേഷിച്ച് ചെല്ലുന്നു. കണ്ടെത്തിയാൽ എന്ന് പറഞ്ഞാൽ കാണാതെ പോയ ആടിനെ കണ്ടെത്തുന്ന പോലെ സുവിശേഷത്തോട് പ്രതികരിച്ചാൽ നിനക്ക് സഭയിൽ വരാം. ഈ സെക്കൻഡ് ചാൻസ് മുതലാക്കണം. സഭയിൽ വന്നവൻ, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവൻ, 10 പ്രമാണത്തിൽ ഒന്ന് തെറ്റിയാൽ എല്ലാം പോയി. പക്ഷെ അവനൊരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. വിളക്ക് കൊളുത്തി വീടടിച്ച് വാരി അത് കണ്ടെത്തണം. സഭയിലെ കാണാതെ പോയ ബ്രഹ്മ എന്താണ്? സഭാജീവിതം, സഹോദര സ്നേഹമായിട്ട് പോയത്, അല്ലെങ്കിൽ 10 കൽപ്പനകളുടെ ആകത്തുക, അത് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയാൽ പുത്രത്വം പ്രാപിക്കാം. അപ്പോൾ പുത്രത്വം പ്രാപിച്ചവൻ, അപ്പൻ്റെ കൂടെ വീട്ടിലുള്ളവൻ പിന്മാറ്റത്തിൽ പോയാലോ അവനും ഉണ്ട് സെക്കൻഡ് ചാൻസ്. എല്ലാ ഓഹരിയൊക്കെ മേടിച്ചിട്ട് പോയതല്ലേ, ഇനി വരാനാണോ ഇല്ലേ? നാണിക്കണ്ട. സ്വത്തേ പോലുള്ള അപ്പനിലൊരു ഓഹരി അവൻ കണ്ടു. എൻ്റെ അപ്പൻ്റെ മനസ്സിൽ എനിക്ക് ഇടമുണ്ട്. ധൈര്യമായിട്ട് തിരിച്ചു വരാം. ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഏതവസ്ഥയിലാണ്? പുറത്താണോ, സഭയിലാണോ, വീട്ടിലാണോ, എവിടുന്നാ പോയത്? പേടിക്കണ്ട, ധൈര്യമായി മടങ്ങിയിരിക്കാം. യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്.